ഹായ് എവരിബഡി, ഹോപ്പ് ഓൾ ആർ ഡൂയിങ് വെൽ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിയോ ക്ലാസിസത്തെ കുറിച്ചായിരുന്നു. അതിൻ്റെ പ്രത്യേകതകളും ആരൊക്കെയായിരുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരെന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ടോപ്പിക് ടു ബി ഡിസ്കസ്ഡ് ഈസ് Romanticism. Romanticism and Neoclassicism struggled for the supremacy in the arena of art and literature. At last, Romanticism gained the ground and was brought to fruition during the age of Wordsworth. റൊമാൻറ്റിസിസവും നിയോ ക്ലാസിസവും തമ്മിൽ ചെറിയൊരു തർക്കം നടന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ആരാണ് മുന്നിൽ, അല്ലെങ്കിൽ ആരാണ് സുപ്രീമസി ആർക്കാണ് എന്നതിനെ കുറിച്ചൊരു തർക്കം നടന്നൊരു കാലഘട്ടം. അവസാനം റൊമാൻറ്റിസിസം തന്നെയാണ് അതിൽ വിജയിക്കുന്നത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ കാലം മുതലാണ് റൊമാൻറ്റിസിസം ആരംഭിക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. ഈവൻ ബിഫോർ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ്, പോയറ്റ്സ് ലൈക്ക് ബേൺസ് ആൻഡ് ബ്ലേക്ക് wrote in the romantic strain. Burns' poems and Blake's songs of innocence were in romantic strain. അവരൊക്കെ എഴുതിയിരുന്നത് റൊമാൻറ്റിക് രീതിയിൽ തന്നെ ആയിരുന്നെങ്കിലും വേർഡ്സ്വർത്തിൻ്റെ രചനകളോട് കൂടിയിട്ടാണ് ഈ കാലഘട്ടം ആരംഭിച്ചതായിട്ട് കണക്കാക്കുന്നത്. ഇത് ഫ്രഞ്ച് റവല്യൂഷൻ ക്വിക്കൻഡ് ദ മൂവ്മെൻറ്റ്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ തുടങ്ങിയത്. ദ റൊമാൻറ്റിക് റൈറ്റേഴ്സ് never observed the old rules of neoclassicism and they revolted against the neoclassical school. നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോയമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും കുറച്ചുകൂടെ എന്താണ് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹി വാസ് ദ സൺ ഓഫ് എ ലോയർ അറ്റ് കോക്കർമൗത്ത് ഇൻ കുംബർലാൻഡ്. ഹി സ്പെൻഡ് ഹിസ് boyhood days with the simple folk of the countryside and it influenced him greatly. അദ്ദേഹം സാധാരണക്കാരുടെ ഒപ്പമാണ് ജീവിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കവിതാ രചനകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയെന്നാണ് പറയുന്നത്. While he was studying at St. John's, Cambridge, the French Revolution broke out and he had the intense desire to visit France. Soon after his graduation, he fulfilled his desire. That means he went to France. But when the revolution became more and more bloody, he returned home, leaving his family there. Towards the evening of the life, he became more reactionary and even condemned the Parliamentary Reform Act of 1832. King rewarded him with an annual pension of £300, and after the death of Southey, he became the poet laureate. അതായത് ജീവിതത്തിൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും അദ്ദേഹം കൂടുതൽ റിയാക്ഷണറി, അതായത് എന്തിനേയും എതിർക്കുന്ന ഒരു സ്വഭാവക്കാരനായി മാറി. പാർലമെൻ്ററി റിഫോം ആക്ട് 1832, അത് ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമായിരുന്നു. അതിനെയൊക്കെ അദ്ദേഹം എതിർക്കുക വഴിയായി രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമാവുകയും അദ്ദേഹത്തിന് ഒരു ആനുവൽ പെൻഷൻ £300 ഒരു ആനുവൽ പെൻഷൻ അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല അവരുടെ ആസ്ഥാന കവി, പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ്. ആ സൗത്തി ആയിരുന്നു അങ്ങനെ ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ സ്ഥാനം, പോയറ്റ് ലോറേറ്റ് എന്ന പദവി വില്യം വേർഡ്സ്വർത്തിന് ലഭിക്കുകയും ചെയ്തു. വില്യം വേർഡ്സ്വർത്ത് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഇമിറ്റേഷൻ ഓഫ് പോപ്പ്. പോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ രീതി അനുസരിച്ച് എഴുതുന്ന വ്യക്തിയായിരുന്നു. ആദ്യം വേർഡ്സ്വർത്തും ആ രീതി അനുസരിച്ചാണ് എഴുതിയിരുന്നത്. ബട്ട് സോൺ ഹി ബിഗാൻ ടു റൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ്. His friendship and collaboration with the Coleridge proved fruitful and they published jointly the epoch-making book of poetry, the Lyrical Ballad. It was the prelude to the Romantic movement. According to Wordsworth, the poetry is the breath and finer spirit of all knowledge and it is the spontaneous overflow of powerful feelings. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കവിതയാണ് എല്ലാ അറിവുകളുടെയും ആത്മാവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കവിത ഉത്ഭവിക്കുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനസ്സിലെ പവർഫുൾ ഫീലിങ്സിൻ്റെ നമ്മളറിയാതെ തന്നെ പുറത്തേക്ക് ഒഴുകുന്നതാണ് കവിതയായി മാറുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ആഫ്റ്റർ ദ ലിറിക്കൽ ബല്ലാഡ് ഹി പബ്ലിഷ്ഡ് സെവറൽ വോളിയൂം ഓഫ് പോയട്രി ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് നേച്ചർ വാസ് എവറിഥിങ് ടു ഹിം. And he, in simple language, he wrote about the
incidents and situations of the common life. സാമുവൽ ടൈലർ കോളറിഡ്ജ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ വില്യം വേർഡ്സ്വർത്തുമായി ചേർന്ന് ലിറിക്കൽ ബല്ലാഡ്സ് തയ്യാറാക്കിയത് കോളറിഡ്ജ് ആണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തെക്കുറിച്ച്, കോളറിഡ്ജിനെ കുറിച്ചാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ കൂടുതലായിട്ട് പറയുവാനുള്ളത്. Even as a boy, he was very imaginative. Like Wordsworth, he was influenced by the French Revolution. He was an idealist who wanted to reform the human race. വേർഡ്സ്വർത്തിനെ പോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനാൽ സ്വാധീനിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു കോളറിഡ്ജ്. അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കുവാനായിട്ട്, ഇവിടുത്തെ ജനങ്ങളെ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് ഫ്രാജൈൽ ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി, ആൻഡ് the addiction to the opium worsened the situations. Most of his works are fragmentary. He was, according to Lamb, an archangel who slightly damaged. അതായത് അദ്ദേഹം ദുർബലനായിരുന്നു, ശാരീരികമായും മാനസികമായും ദുർബലനായിരുന്നു. അദ്ദേഹം ഒരുപാട് രോഗങ്ങളും മറ്റും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഓപ്പിയത്തിൻ്റെ ഉപയോഗം, അഡിക്ഷൻ ടു ഓപ്പിയം, അദ്ദേഹത്തെ കൂടുതൽ മോശമാക്കി അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയിൽ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ ഫ്രാഗ്മെൻ്ററി, ഒന്നും കംപ്ലീറ്റ് ആയിരുന്നില്ല, എല്ലാം തന്നെ ഫ്രാഗ്മെൻ്ററി ആയിരുന്നു. പക്ഷേ ഉള്ളവർക്കെല്ലാം നമുക്കറിയാം, ലിറിക്കൽ ബല്ലാഡ്സ് ആയാലും മറ്റു അദ്ദേഹത്തിൻ്റെ കവിതകളായാലും എല്ലാം തന്നെ വേൾഡ് ഫേമസ് ആണ്. അതിൽ അല്ലെങ്കിൽ വലിയ നിലവാരം പുലർത്തുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ. ഈ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ ലാംബ് എന്ന് പറയുന്നത് മറ്റൊരു എഴുത്തുകാരനാണ്. ലാംബ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് ആൻ ആർച്ചേഞ്ചൽ ഹൂ സ്ലൈറ്റ്ലി ഡാമേജ്ഡ്. ആർച്ചേഞ്ചൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് മാലാഖമാരിൽ തന്നെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരാണ് ആർച്ചേഞ്ചൽസ്. അദ്ദേഹം ഒരു ആർച്ചേഞ്ചലായിട്ട് കാണുന്നത്, ബട്ട് സ്ലൈറ്റ്ലി ഡാമേജ്ഡ്, അതായത് ചെറിയ ഒരു പ്രശ്നമുള്ള വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പിയം കൺസംഷനൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. കോളറിഡ്ജ് വാസ് ഫേമസ് ആസ് പോയറ്റ്, critic and philosopher. His first work was poems on various subjects. Lyrical Ballad was published jointly by William Wordsworth and Coleridge. ലിറിക്കൽ ബല്ലാഡിലെ ദി റൈം ഓഫ് ആൻഷ്യന്റ് മറൈനർ എന്ന ഭാഗം കോളറിഡ്ജിന്റെ സംഭാവനയാണ്. In his Biographia Literaria, he described how Wordsworth and he divided the work for lyrical ballad between them. അതിൽ അദ്ദേഹം ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ എങ്ങനെയാണ് വേർഡ്സ്വർത്തും താനും ലിറിക്കൽ ബല്ലാഡിനു വേണ്ടി എഴുത്തുകൾ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കവിതകൾ വിഭജിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കോളറിഡ്ജ് വാസ് എ ഗ്രേറ്റ് ഡ്രീമർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യക്തി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇല്ലെന്നാണ് പല ആളുകളും ഇത് വിശേഷിപ്പിക്കുന്നത്. The duty of the poet, according to Coleridge, is to provide pleasure through the medium of beauty. അതായത് ഒരു കവിയുടെ ധർമ്മം എന്ന് പറയുന്നത് ബ്യൂട്ടി, അതായത് സൗന്ദര്യം എന്ന മാധ്യമത്തിലൂടെ ജനങ്ങളെ, കേൾവിക്കാരെ, വായനക്കാരെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഒരു കവിയുടെ പ്രധാനപ്പെട്ട ധർമ്മമായി അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, P.B. Shelley. He was the son of a country squire. He joined Oxford University, from where he was expelled for his pamphlet, The Necessity of Atheism. When he was 19, he married a schoolgirl, but their relationship gradually strained and she committed suicide. After that, he married Mary Godwin, the authoress of Frankenstein. അദ്ദേഹം ഒരു സമ്പന്നനായ ഭൂവുടമയുടെ മകനായിട്ടായിരുന്നു ജനിച്ചത്. 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ വിവാഹം കഴിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ നെസസിറ്റി ഓഫ് എത്തീസം എന്ന പാംലെറ്റ് തയ്യാറാക്കിയതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ മരണശേഷം പിന്നീട് വിവാഹം കഴിച്ചത് മാരി ഗോഡ്വിൻ എന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. ഹിസ് ചീഫ് വർക്ക്സ് ആർ അലസ്റ്റർ, ദ റിവോൾട്ട് ഓഫ് ഇസ്ലാം, പ്രൊമത്തിയൂസ് അൺബൗണ്ട്, എക്സെട്ര. ഹി വാസ് എ ഗ്രേറ്റ് revolutionary poet who roused the oppressed people against their masters. സാധാരണക്കാരനായ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികളെ അവരുടെ ഉടമസ്ഥന്മാർക്കെതിരെ തിരിയുന്നതിനായി പ്രേരിപ്പിച്ച ഒരു റവല്യൂഷണറി, വിപ്ലവകാരിയായ എഴുത്തുകാരൻ കൂടിയായിരുന്നു ഷെല്ലി. നെക്സ്റ്റ്, ജെയിൻ ഓസ്റ്റൻ.
Miss Austen was the last of the 7 children of a clergyman. She was educated at home. She made her works masterpieces by close observation, genuine characterization, and clever style. Her first and best novel was Pride and Prejudice. Her other important novels are Sense and Sensibility, Emma, etc. Her 2 other novels published posthumously by her sister. Her characters are real men and women. ഒരു പുരോഹിതൻ്റെ 7 മക്കളിൽ ഇളയവളായിട്ടായിരുന്നു ജെയിനിൻ്റെ ജനനം. അവർ എഴുതിയ നോവലുകളെല്ലാം തന്നെ വേൾഡ് ഫേമസ് അല്ലെങ്കിൽ മാസ്റ്റർ പീസായി മാറി. അതിന് കാരണം ക്ലിയർ ഒബ്സർവേഷനും ജെനുവിൻ ക്യാരക്ടറൈസേഷനും ഒക്കെ തന്നെയാണ്. അവരുടെ 2 കൃതികൾ അവരുടെ മരണശേഷം അവരുടെ സഹോദരിയാണ് പബ്ലിഷ് ചെയ്തത്. അത് അവരുടെ കൃതികളിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ യഥാർത്ഥ മനുഷ്യരായിരുന്നു. യഥാർത്ഥ സ്ത്രീയും പുരുഷനുമായിരുന്നു അവരുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ. റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടായിരുന്നു അവർ കഥാപാത്രങ്ങളാക്കി മാറ്റിയത്. അതുതന്നെയായിരുന്നു അവരുടെ വർക്കുകളെല്ലാം മാസ്റ്റർ പീസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നെടുത്തത് പ്രധാനമായിട്ടും റൊമാൻറ്റിക് മൂവ്മെൻ്റ് ആണ്. റൊമാൻറ്റിക് മൂവ്മെൻറ്റ് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റിൽ നിന്ന് മാറിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഓൾഡ് റൂൾ ഓഫ് കമ്പോസിഷൻ ലംഘിച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് മാറിയ ആളുകളെയാണ്, അല്ലെങ്കിൽ നേച്ചറിനെ ഏറ്റവും പ്രധാനമായി അവതരിപ്പിച്ച ആളുകളെയാണ് നമ്മൾ റൊമാൻറ്റിസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ആ റൊമാൻറ്റിസിസ്റ്റുകളായ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, അതേപോലെ ഷെല്ലി, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചെല്ലാം നമ്മളിന്ന് കേട്ടു. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കി. നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുകളുമായി കണ്ടുമുട്ടാം. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.